ONEPLUS എന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡ് നമുക്കറിയാവുന്ന ഏറ്റവും മികച്ച ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് തന്നെയാണ്. ഒരു മൾട്ടിനാഷണൽ സ്മാർട്ട് ബ്രാൻഡാണ്. അത് മാത്രമല്ല ഇതിന്റെ മറ്റൊരു പേരെന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് ലെവൽ കില്ലർ ഫോണുകൾ ഉണ്ടാകുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് ONEPLUS എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ONEPLUS സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എങ്ങനെയാണ് ഉത്ഭവിച്ചത്, അതുപോലെ തന്നെ ഇവരുടെ ഹിസ്റ്ററി എന്താണ്, എങ്ങനെയാണ് ഇവർ ഇതിലേക്ക് കടന്നു വന്നത് എന്നൊക്കെയാണ്. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീൻസ് ടെക്സോളം എന്റെ ടെക് ചാനലാണ്. ഞാനാണ് ജീൻസ്. നേരെ വീഡിയോയിലേക്ക്. Okay, look. Now how come I ain't made it, yo? Ain't no play with stakes is low. Lady luck don't know no apron, hated that fellatio. Tryna eat, I'm climbing steep hills. Hollywood's on higher steeples. Ain't got no time to sleep, bro. That's why I ain't. ONEPLUS എന്ന കമ്പനി ഓപ്പോയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള, അതായത് ഫോർമർ പ്രസിഡന്റ് ആയിട്ടുള്ള പീറ്റ് ലവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ണർ ആയിട്ടുള്ള കാൾ പേയും കൂടിയാണ് 2013 ഡിസംബർ 16 ഈ ബ്രാൻഡ് ലോഞ്ച് ചെയ്തത്. ONEPLUS ബ്രാൻഡിന്റെ മെയിൻ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഓപ്പോ എന്ന കമ്പനി അവര് ഇതിന്റെ ലോഞ്ച് നടന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇതിന്റെ ഇൻവെസ്റ്റേഴ്സ് ആണ്, പക്ഷെ ഞങ്ങളുടെ ഓപ്പോ ഇലക്ട്രോണിക്സ് എന്ന ഒരു ബ്രാഞ്ച് മാത്രമാണ് ഇതിന്റെ ഇൻവെസ്റ്റേഴ്സ്. എന്നാൽ ഞങ്ങളുടെ ഓപ്പോ എന്ന മൊബൈൽ ഫാക്ചറിംഗ് കമ്പനി ഇവർ ഇൻവെസ്റ്റേഴ്സ് അല്ല. അതായത് അവർ ഇതിലൂടെ തെളിവായിട്ട് പറയുന്നത് ഓപ്പോ എന്ന സ്മാർട്ട് ഫോൺ കമ്പനിയായിട്ട് ഈ ONEPLUSന് ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ONEPLUSന് ഓപ്പോ ആയിട്ട് ഒരു ബന്ധവുമില്ല എന്ന് അവർ ലോഞ്ചിന് മുന്നേ പറഞ്ഞിരുന്നു. എന്നാൽ ONEPLUS എന്ന സ്മാർട്ട് ഫോൺ കമ്പനി മറ്റൊരു മാനുഫാക്ചറിംഗ് ഏരിയയോ മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓപ്പോയുടെ മാനുഫാക്ചറിംഗ് ലൈനും കാര്യങ്ങളും ഒക്കെയാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല ഓപ്പോയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മാനുഫാക്ചറിംഗ് ചിപ്സും കാര്യങ്ങളും ഒക്കെയാണ് ONEPLUS ആദ്യ സമയത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ONEPLUS ബ്രാൻഡിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ഡിവൈസുകളിൽ ഹൈ എൻഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് കൊടുക്കുക എന്നതായിരുന്നു. എന്നാൽ വളരെയധികം ചിലവ് ചുരുക്കിക്കൊണ്ടായിരിക്കണം ഈ ഹൈ എൻഡ് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊടുക്കേണ്ടത് എന്നതും. അത് മാത്രമല്ല ഇതേ ക്ലാസ്സിൽ വരുന്നത്, അതായത് ഇപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണ് കൊടുക്കുന്നതെങ്കിൽ അതേ ക്ലാസ്സിൽ വരുന്ന മറ്റു ഫോണുകളായിട്ട് ഏറ്റുമുട്ടുമ്പോൾ മികച്ച രീതിയിൽ ഹൈ ക്വാളിറ്റി ആയിരിക്കണം, അതുപോലെ തന്നെ ലോ പ്രൈസും ആയിരിക്കണം എന്നായിരുന്നു അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ONEPLUSന്റെ ഡിവൈസസിൽ കാണുന്ന ഒരു സ്ലോഗനാണ് നെവർ സെറ്റിൽ എന്ന് പറയുന്നത്. സോ എന്താണ് ഈ നെവർ സെറ്റിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീറ്റ് ലവ് ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും ഡിഫറെന്റ് ആകുകയില്ല, മറ്റൊരാളെ അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഡിഫറെന്റ് ആകാൻ ശ്രമിക്കുകയില്ല, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയാൽ തന്നെ ഞങ്ങൾ അതിന്റെ ക്വാളിറ്റി കുറയ്ക്കത്തില്ല, ഒരിക്കലും ഞങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ ക്വാളിറ്റി കുറയ്ക്കില്ല എന്നതായിരുന്നു ഈ സ്ലോഗന്റെ അർത്ഥം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഏറ്റവും അധികം യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസൈനുകൾ ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു അവരുടെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ഇനി ഇവർക്ക് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാക്കണം. എന്നാൽ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ഒരു ഫോണിന് സ്വന്തമായിട്ട് ഒരു OS വേണം, അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഇതിനായിട്ട് ഇവർ കയോജൻ കോർപ്പറേഷൻ എന്ന കമ്പനിയുമായി ലൈസൻസ് എഗ്രിമെന്റ് ഉണ്ടാക്കുകയും ഈ ഒരു സ്മാർട്ട് ഫോണിനായിട്ട്, അതായത് ONEPLUSന്റെ പുതിയ സ്മാർട്ട് ഫോണിനായിട്ട് പുതിയൊരു റോം ഉണ്ടാക്കുകയും ചെയ്തു. അതിന്റെ പേരായിരുന്നു കനോജൻ മോഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു മോഡ് വെച്ചിട്ടാണ് അവരുടെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ നിരത്തിലേക്ക് വന്നത്. അങ്ങനെ 2014 ഏപ്രിൽ 23 അവർ അവരുടെ ആദ്യത്തെ ഡിവൈസ് ലോഞ്ച് ചെയ്തു, അതായത് ONEPLUS 1 എന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തു. ഇതിന്റെ മെയിൻ ലക്ഷ്യം, അതായത് ഈ സ്മാർട്ട് ഫോൺ ഇറക്കിയതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഗൂഗിളിന്റെ സ്വന്തം ഫോണായിട്ടുള്ള നെക്സസ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിന്റെ ഷെയർ മാർക്കറ്റ് പിടിച്ചെടുക്കുക എന്ന് മാത്രമായിരുന്നു. സോ ഇങ്ങനെ ഒരു മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കണമെങ്കിൽ ഇവർ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഇവരുടെ ഷെയർ പങ്കിടുക എന്നുള്ളതാണ്. സോ ഇതിനായിട്ട് ഇവർ ലക്ഷ്യം വെച്ചത് ഒന്ന് ചൈനയും മറ്റ് ഇന്ത്യയുമായിരുന്നു. സോ ഇവർ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ONEPLUS 1 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണും നമ്മുടെ ആമസോൺ മുഖേന ഇന്ത്യയിലേക്ക് ഷിപ്പ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം സംഭവിച്ചത് ഇവര് 25 ഒഫീഷ്യൽ ONEPLUS സ്റ്റോറുകൾ, വോക്ക് ഇൻ സർവീസ് സ്റ്റോറുകൾ ഒഫീഷ്യലായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഈ വോക്ക് ഇൻ സർവീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള സർവീസ് സ്റ്റോർ തന്നെ. അതായത് ഇപ്പോൾ MIക്ക് MIയുടെ സർവീസ് സ്റ്റോറുകളുണ്ട്, അതുപോലെ ONEPLUSന് ONEPLUSന്റെ സ്റ്റോറുകളുണ്ട്. അങ്ങനെ ഉള്ള ഒഫീഷ്യലായിട്ടാണ് അവർ നമ്മുടെ ഇന്ത്യയിലേക്ക് അവരുടെ സർവീസ് സ്റ്റോറുകൾ തുറന്നത്. അങ്ങനെ ONEPLUS എന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡ് വളരുകയും അതിനുശേഷം മാർച്ച് 9 2014 അവർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവരുടെ സ്മാർട്ട് ഫോണിന്റെ വിൽപ്പന തുടങ്ങുകയും ചെയ്തു. അങ്ങനെ നല്ല രീതിയിലൊക്കെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് 21 ഡിസംബറിൽ 2014 ONEPLUS എന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡ് നമ്മുടെ സ്വന്തം സുപ്രീം കോടതി ബാൻ ചെയ്തത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം മൈക്രോമാക്സ് തന്നെയായിരുന്നു. ഇവരതിനെതിരെ കേസ് കൊടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോമാക്സ് പറയുന്നത് ഇതാണ്, ഇവരുടെ OS, അതായത് ഇവരുടെ ഡിവൈസിൽ യൂസ് ചെയ്യുന്ന OS എന്ന് പറയുന്നത് ചൈന OS ആണ്. ചൈനക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ കയോജൻ മോഡ് എന്ന് പറയുന്ന OS ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. സോ ഇത് ഇന്ത്യയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? സോ അതുകൊണ്ടാണ് ഇതിനെ ബാൻ ചെയ്തത് എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്ന കാരണം.
സോ OnePlus എന്തായാലും ഇവിടെ ഒരു മാർക്കറ്റ് ഷെയർ പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് എന്തായാലും പിൻവലിക്കാൻ സാധിക്കത്തില്ല. സോ അവർ ചിന്തിച്ച് എന്തുകൊണ്ട് നമ്മുടെ ഫോണിന് നമ്മൾ തന്നെ ഒരു OS ഉണ്ടാക്കിക്കൂടാ എന്നവർ സ്വയമായി ചിന്തിച്ചു. സോ അങ്ങനെ അവർ യൂസേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ വളരെ കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഒരു OS ഉണ്ടാക്കിയത്. അതിന്റെ പേരായിരുന്നു ഓക്സിജൻ OS എന്ന് പറയുന്നത്. സോ ഈ ഒരു OS വെച്ചുകൊണ്ട് തന്നെ അവർ വീണ്ടും അവരുടെ പഴയ സ്മാർട്ട് ഫോണുകളിലേക്ക് അത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വീണ്ടും ഇന്ത്യയിലേക്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ OnePlus സ്മാർട്ട് ഫോൺ ബ്രാൻഡ് വീണ്ടും ഉയരുകയും അതിനുശേഷം ലെസാൻഡ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് പാർട്ണർ ആയിക്കൊണ്ട് തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ മൊത്തമായി അവർ മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ 2015 23 ജാനുവരി OnePlus എന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഇന്തോനേഷ്യയിൽ നിന്നും പിൻവലിക്കപ്പെട്ടു. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിൽ പല സ്മാർട്ട് ഫോണുകൾ, അതായത് ഇമ്പോർട്ടഡ് 4G സ്മാർട്ട് ഫോണുകൾക്ക് പല വിലക്കുകൾ ഉണ്ടായിരുന്നു. അതായത് കുറെ പ്രോട്ടോകോൾസും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട്. സോ ഒരിക്കലും ആ ഒരു പ്രോട്ടോകോൾ വെച്ച് അവിടെ ഒരു മാർക്കറ്റ് ഷെയർ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ OnePlus എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡ് തനിയെ അല്ലെങ്കിൽ സ്വയം വലിയുകയായിരുന്നു. പിന്നീട് അവരുണ്ടാക്കിയത് ചരിത്രമായിരുന്നു. കാരണം OnePlus എന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡ് നമുക്കറിയാം വരുന്നതെല്ലാം ഫ്ലാഗ്ഷിപ്പ് ലെവൽ കില്ലർ ഫോണുകളായിട്ട് വന്നുകൊണ്ടിരുന്നു. അതിനുശേഷം പിന്നീട് വന്നൊരു സ്മാർട്ട് ഫോൺ ആയിരുന്നു OnePlus 6 എന്ന് പറയുന്നത്. സോ ഇതിന്റെ ലോഞ്ചിൽ അവർ ഒഫീഷ്യലായിട്ട് വീണ്ടും പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വീണ്ടും 10 സർവീസ് സ്റ്റോറുകളും അതുപോലെ തന്നെ 3 ഒഫീഷ്യൽ OnePlus എക്സ്പീരിയൻസ് സ്റ്റോറുകളും ഞങ്ങൾ കൊണ്ടുവരികയാണ്. സോ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഇന്ത്യയിലേക്ക് OnePlus എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡ് തന്നിരുന്നു. അങ്ങനെ കടന്നു വന്ന വഴികളെല്ലാം വിജയകരമാക്കിക്കൊണ്ട് OnePlus എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡ് വിജയിച്ച് മുന്നേറുകയായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ടോപ്പ് പ്രീമിയം ലിസ്റ്റ് ഫോണുകൾ എടുത്താൽ അതിൽ OnePlus എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് ഏറ്റവും ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്നത്. അത് മാത്രമല്ല, പിന്നീട് കഴിഞ്ഞ വർഷത്തെ സർവേ അനുസരിച്ചിട്ട് സാംസങ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡിന്റെ 26% മാർക്കറ്റ് ഷെയർ ആണ് OnePlus എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡ് പിടിച്ചെടുത്തത്. പിന്നീട് IDCയുടെ സർവേ അനുസരിച്ചിട്ട് ഇന്ത്യയിൽ തന്നെ ആപ്പിളിനും സാംസങ്ങിനും ശേഷം $500 മാർക്കറ്റ് ഷെയർ പിടിച്ചെടുത്ത ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് OnePlus എന്ന് പറയുന്നത്. പിന്നീട് 2020 ഒക്ടോബർ 16 OnePlusന്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള കാൾപേ എന്ന് പറയുന്ന വ്യക്തി ഇതിൽ നിന്ന് റിസൈൻ ചെയ്യുകയും അദ്ദേഹം സ്വന്തമായിട്ട് ഒരു കമ്പനി നിർമ്മിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്നും പുതിയതായിട്ട് വരുന്ന ഒരു ഡിവൈസിന്റെ പേരാണ് നത്തിങ് എന്ന് പറയുന്നത്. സോ എന്തായാലും അതൊരു മികച്ച ഡിവൈസ് ആയിരിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. സോ ഇത്രയൊക്കെയാണ് OnePlus എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്മാർട്ട് ഫോൺ ബ്രാൻഡിന്റെ ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ ജസ്റ്റ് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന എന്റെ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോസ് ആയിട്ട് കാണണം. സ്റ്റേ ട്യൂൺഡ്.